ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കണ്ണൂർ ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കടകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ബട്ടർ കുക്കീസാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടും ഇത് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര എടുക്കുമ്പോൾ ഞാൻ പൊടിച്ചിട്ടാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ മിക്സായി കിട്ടും. ഇനി നമുക്ക് 3 മിനിറ്റും കൂടി ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് മുഴുവനായി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതൊരു ചപ്പാത്തിയുടെ മാവ് പോലെയുള്ള കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തിൻ്റെ മാവ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ വട്ടത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കടായിലാണ്, ഓവനിലൊന്നുമല്ല. അതിന് വേണ്ടി ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ തേച്ച് ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മാവ് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ മുഴുവനായും ചെയ്തെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി ഈ കുക്കീൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇതേപോലെ ഞാൻ മുഴുവനായും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാനൊരു 10 മിനിറ്റ് മുമ്പേ തന്നെ കടായി ചൂടാകാൻ വെച്ചിരുന്നു. ഒരു പഴയ കടായിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലൊരു റിങ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഒരു ഹോൾസിൽ ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ ആവിയൊന്നും അങ്ങ് കയറില്ല. കറക്റ്റ് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറിലും വന്നിട്ടുണ്ട്. ചൂടോടെ തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റ് പോലെ ഉണ്ടാവും. പക്ഷേങ്കിൽ ചൂട് നന്നായി ആറിക്കഴിഞ്ഞതിന് ശേഷം ഇതെടുക്കുക. അതായത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ശരിക്കും ബിസ്ക്കറ്റ് എങ്ങനെയാണോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റിൻ്റെ അതേ രുചിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.